എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തേങ്ങ അരച്ച് ചേർക്കാത്ത ഒരു മോര് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ തൈരാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതേ അളവിൽ തന്നെ വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് ഇളക്കുകയാണ്. ഇത് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നന്നായി ഒന്ന് ഉടഞ്ഞു വന്നു കഴിയുമ്പോൾ അല്പാൽപ്പം വെള്ളം ചേർത്ത് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഞാനിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. മോര് കാച്ചുന്നതിന് ഏറ്റവും നല്ലത് നല്ല പുളിയുള്ള തൈരാണ്. ഇതും കൂടി നന്നായി യോജിപ്പിക്കാം. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. മൺചട്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മോര് കാച്ചാൻ. ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം എണ്ണ ചേർക്കുന്നുണ്ട്. ഇത് പുതിയ ചട്ടി ആയതുകൊണ്ട് വഴങ്ങിയെടുക്കാൻ ഒരല്പം താമസം വരും. ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ എണ്ണ ഞാനൊന്ന് മോര് കാച്ചുവാൻ ഏറ്റവും നല്ലത് മൺചട്ടിയാണ്. അലൂമിനിയം പാത്രം ഇതിനായിട്ട് ഉപയോഗിക്കരുത്. എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരല്പം കടുക് ചേർക്കുന്നുണ്ട്. കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരല്പം ഉലുവ ചേർക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം ഉലുവ ചേർക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണാണ്. ഇതും കൂടി നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കതൊന്ന് എണ്ണയിൽ കിടന്ന് മൂക്കട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്. കൂടെ തന്നെ ഒരു 5-6 ചുള വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളക് നടുവേ അരിഞ്ഞത് 2ആയി കീറിയിട്ടത് ചേർക്കുന്നുണ്ട്. കൂടെ ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. കൂടെ ഞാനൊരു വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വാടി വന്നോട്ടെ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ചെറിയ കൊച്ചുള്ളിയാണ്. ഇത് ഞാനൊരു 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം.
ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നോട്ടെ. ഇതിപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും ഒക്കെ ഒരു മൂത്തൊരു മണം വരുന്നുണ്ട്. തേങ്ങ അരയ്ക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. കൂടെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കാം. ഈ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റും ഷെയറും ഒക്കെ എനിക്ക് പ്രോത്സാഹനം നൽകുന്നതായിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് തൈര് ചേർക്കുകയാണ്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അടുപ്പിൽ നിന്ന് വാങ്ങുന്നത് വരെ ഇങ്ങനെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തൈര് തിളച്ചു പോയാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് തിളയ്ക്കാതെ സൂക്ഷിക്കുക. ഞാനിതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. തണുത്തതിന് ശേഷമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഉപ്പ് ചേർക്കേണ്ടവർക്ക് തൈര് ഒഴിക്കുന്ന ആ സമയം തന്നെ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇടയ്ക്ക് ഉപ്പ് ചേർത്താൽ മോര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇപ്പം മോര് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നാളെ ഇതേ സമയം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.